ദൈവം അതിലെ സ്നേഹമാകുന്നു. സ്നേഹമായ ദൈവം വെറുതെ സ്നേഹമെന്ന് മാത്രം പറഞ്ഞില്ല. അവൻ തൻ്റെ പ്രവൃത്തിയിലൂടെ ആ സ്നേഹം ലോകത്ത് വെളിപ്പെടുത്തി. തൻ്റെ ഏകജാതനായ യേശുവിനെ നമുക്ക് ദാനമായി തന്നുകൊണ്ട് അവൻ്റെ സ്നേഹം നമ്മളിൽ അവൻ പ്രകടമാക്കി. അതിലെ വലിയ സ്നേഹം ഇത് ലോകത്ത് ആർക്കും ഹല ചെയ്യാൻ കഴിയാത്ത പിതാവിൻ്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ എത്ര നന്ദി കരുതുന്നു. അതിലെ പുത്രനായിരിക്കുന്ന യേശു അതിലെ ലോകത്തെ ഹല സ്നേഹിച്ചു, നമ്മളെ ഓരോരുത്തരെയും അവൻ സ്നേഹിച്ചു. അതിലെ ആ സ്നേഹം വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അതിലെ കർത്താവായ യേശു അത് തന്റെ സ്നേഹം നമ്മിലേക്ക് പകരുവാൻ തന്റെ സ്വന്തം ജീവനെയാണ് വെച്ചു തന്നത്. നമുക്ക് വേണ്ടി ആരും ചെയ്യാത്ത ഒരു വലിയ ദൗത്യം, ഒരു വലിയ ത്യാഗം നമുക്കായി ഹല്ലേലൂയ സഹിച്ചു. ആ വലിയ ത്യാഗത്തിലൂടെ നമ്മെ കർത്താവ് സ്നേഹിച്ചു, അവന്റെ സ്വന്തം മക്കളാക്കി നമ്മളെ തീർത്തു. അല്ലെങ്കിൽ അവന്റെ ആത്മാവിനെ നമുക്ക് ദാനമായി തന്ന ആ പരിശുദ്ധാത്മാവും ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ആ സ്നേഹത്തിൽ നമ്മളെ നിലനിർത്തുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഇന്ന് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിപ്പാൻ തക്കവണ്ണം അതിലെ വലിയവനായ കർത്താവ് നമ്മുടെ മേൽ കൃപ വർഷിപ്പിച്ചിരിക്കുന്നത്. നാമം ആ സ്നേഹത്തിൽ അന്യോന്യം മറ്റുള്ളവരെ സ്നേഹിച്ച് ക്രിസ്തുവിൽ തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. ഈ ഹല്ലേലൂയ കാസറ്റിൽ നിങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തികളും ആ യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഈ നാളുകൾ കർത്താവ് ഇടയാക്കട്ടെ. ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് ഈ ദിവസങ്ങളിൽ ആ സ്നേഹത്തിൽ കൂടുതൽ കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ വാക്കുകൾ ചൊല്ലുന്നു.